ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? എല്ലാവരും വിചാരിക്കുമായിരിക്കും ഇതെന്തേ ഈ കാണിക്കുന്നതെന്ന്. ഇന്ന് നമ്മളൊരു വെറൈറ്റി റെസിപ്പിയാണ് കാണിക്കുന്നത്. മുരിങ്ങയ്ക്കയുടെ അകത്തെ മാംസള ഭാഗമാണ് ഈ ഇളക്കുന്നത്. ഈ മാംസള ഭാഗം കൊണ്ട് ഒരു കൊഞ്ച് തോരനാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി. എല്ലാവരും കൊഞ്ച് മുരിങ്ങയ്ക്ക ഇട്ട് കറിയൊക്കെ വെച്ചിട്ടുണ്ടായിരിക്കും. പക്ഷേ ഈ മുരിങ്ങയ്ക്കയുടെ മാംസള ഭാഗം മാത്രം വെച്ചൊരു തോരൻ അങ്ങനെ ഉണ്ടാക്കി കാണില്ലായിരിക്കും, റെയറായിരിക്കും. അത് നമ്മുടെ കൊഞ്ചൊക്കെ വൃത്തിയാക്കി കഴുകി വെച്ചേക്കുവാണ്. അത് നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടുമുണ്ട്. ആ കൊഞ്ചിനകത്ത് നമ്മൾ ഉപ്പും മഞ്ഞൾപ്പൊടിയും മാത്രം ഇട്ട് വേവിച്ചെടുക്കുക. കൊഞ്ച് വെന്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് മുരിങ്ങയുടെ മാംസള ഭാഗമെല്ലാം എടുത്ത് അതിന് വേണ്ടുന്ന കൊച്ചുള്ളിയൊക്കെ അരിഞ്ഞ് സെറ്റാക്കാം നമുക്ക്. അപ്പം നമ്മുടെ പാചകം സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. നമുക്ക് ചീനച്ചട്ടി എടുത്ത് വെച്ചിട്ട് എണ്ണ ഒഴിച്ച് നല്ലതുപോലെ എണ്ണ ചൂടാക്കുക. അതിലേക്ക് നമുക്ക് 1 സ്പൂൺ കടുക് ഇടുക. ഈ കടുക് എണ്ണയിൽ കിടന്ന് ചൂടായി പൊട്ടിക്കഴിയുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് കറിവേപ്പില ഇടുക. അരിഞ്ഞു വെച്ചിരിക്കുന്ന കൊച്ചുള്ളിയും കൂടി ചേർത്ത് നല്ലതുപോലെ വഴറ്റിയെടുക്കുക. ആവശ്യത്തിന് ഉപ്പൂടെ ചേർക്കും. അങ്ങനെ നമ്മുടെ കൊച്ചുള്ളി നല്ലതുപോലെ വഴണ്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ മുരിങ്ങയുടെ മാംസള ഭാഗം എടുത്ത് വെച്ചേക്കുന്നതൂടെ ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഇളക്കിയെടുക്കുക. ചെറിയൊരു വാട്ടലൊക്കെ വന്നു കഴിഞ്ഞു. ഇനി നമ്മൾ വേവിച്ച് വെച്ച കൊഞ്ചൂടെ ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഇളക്കിയെടുക്കുക. ഇത് ഇടയ്ക്കൂടെ നമുക്ക് ഇളക്കി കൊടുക്കുകയും വേണം. ഇതിൻ്റെ നമുക്ക് അരപ്പൂടെ റെഡിയാക്കണം. അതിന് വേണ്ടുന്നത് തേങ്ങ തിരുമിയത്, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില. നമ്മൾ മുളക് പൊടിക്ക് പകരം നമ്മൾ എരിക്കിവിടെ പച്ചമുളകാണ് ചേർക്കുന്നത്. അതുപോലെ മഞ്ഞൾപ്പൊടി. ഇതെല്ലാം കൂടെ ഇട്ട് നമുക്കൊന്ന് അരപ്പരച്ചെടുക്കണം. അങ്ങനെ നമ്മൾ അടച്ചു വെച്ച് വേവിച്ചതിന് ശേഷം നമ്മൾ അരച്ചു വെച്ച അരപ്പ് ഇതിലേക്ക് ചേർക്കുക. പാകത്തിന് ഉപ്പൂടെ ചേർത്ത് ഈ മാംസള ഭാഗവും കൊഞ്ചും അരപ്പും എല്ലാം കൂടി നല്ലതുപോലെ ഇളക്കി മിക്സ് ചെയ്ത് എടുക്കുക. ലോ ഫ്ലെയിമിലിട്ട് നല്ലതുപോലെ വേവിച്ചെടുക്കുക. കൂടെ നമ്മൾ ഇളക്കി കൊടുക്കണം, അടുക്കി പിടിക്കരുതേ. അങ്ങനെ നമ്മുടെ മുരിങ്ങയുടെ മാംസള ഭാഗം കൊണ്ട് കൊഞ്ച് തോരൻ ഒരുവിധം സെറ്റായിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായം എല്ലാവരും കമൻറ്റും ലൈക്കും ഷെയറും ചെയ്ത് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നമ്മുടെ സ്പെഷ്യൽ കൊഞ്ച് തോരൻ റെഡി ആയിരിക്കുന്നു. ബായ്.